ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഗേറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഗേറ്റ് ഒരിക്കലും എന്താണ് ഒരു ചെറിയ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, 1-2 മാസങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം അല്ല ഗേറ്റ് എന്ന് പറയുന്നത്. ഗേറ്റ് ഒരു ലോങ് റണ്ണിൽ തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും എന്താ പറയുക സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരാറുള്ളത്. മറ്റേത് എക്സാംസ് കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾ ക്യാപ്സ്യൂൾസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ മാത്രം പഠിച്ചു പോയാലോ ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു എക്സാം അല്ല ഗേറ്റ്. ഗേറ്റ് എന്ന് പറയുന്ന എക്സാമിൽ ഒരു ലോങ് റൺ എക്സാമിനേഷനാണ്. അതായത് ഒരു 6 month to 8 month എങ്കിലും മിനിമം ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ലോങ് റൺ എക്സാമിനേഷന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് പഴയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ മറന്നു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ. ഒരുപാട് ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസുകളും റിവിഷൻസൊക്കെ പ്രോസസ്സുകളുടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തഡോളജിയാണ്, ഒരു സയൻറ്റിഫിക് റിവിഷൻ മെത്തഡോളജിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിവിഷൻ പ്രോസസ്സ് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഗേറ്റ് എക്സാം എന്നല്ല ഏതൊരു എക്സാമിനേഷനിലും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി റിവിഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 5 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സ്ട്രാറ്റജിയെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. റിവിഷൻ പ്രോസസ്സിന് നമ്മൾ ഒരിക്കലും ഒരു വൺ ടൈം റിവിഷൻ കൊണ്ട് അത് നോർമൽ എഫക്റ്റ് അല്ല, വലിയൊരു എഫക്റ്റ് ഒന്നുമില്ല. തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ട്. ഒരു വൺ ടൈം റിവിഷൻ അല്ല നമുക്ക് വേണ്ടത്. അത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ റിവിഷനാണ് നമുക്ക് സിലബസിൽ നന്നായിട്ട് ഓർത്തിരിക്കാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും വേണ്ടത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സെയിം ഡേ റിവിഷൻ. അതായത് നിങ്ങളൊരു ടോപ്പിക് ഒരു ദിവസം പഠിക്കാനിരിക്കുന്നു, അത് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണോ അന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് അന്ന് തന്നെ പഠിക്കുന്നതാണ് ഈ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ദ സെയിം ഡേ റിവിഷൻ ആട്ടോ. സെയിം ഡേ റിവിഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഡേ തന്നെ. നമ്മൾ പഠിക്കുന്ന അതേ ദിവസം തന്നെ രാത്രി എന്ത് ചെയ്യാണ്, നമ്മൾ പഠനം സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാണ്, നമ്മളൊന്ന് റിവൈസ് ചെയ്യുന്നു. രണ്ടാമത്തത് സെക്കൻഡ് ഡേ റിവിഷനാണ്. സെക്കൻഡ് ഡേ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ തലേ ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാണ്, റിവൈൻഡ് ചെയ്യാണ്. അങ്ങനെ റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, പഴയ കാര്യങ്ങൾ അതായത് തൊട്ട് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത, പെർമനൻറ്റ് മെമ്മറി ആയിട്ട് അവിടെ സ്റ്റോർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ സെയിം ഡേ റിവിഷനും നെക്സ്റ്റ് ഡേ റിവിഷനും കഴിഞ്ഞാലും ഒരു 1 week ഒക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ അവിടെയാണ് നമ്മൾ വീക്കെൻഡ് റിവിഷൻ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സോ വീക്കെൻഡ് റിവിഷൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ഈസി ആയിരിക്കുമെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഡിഫിക്കൽട്ടാണ്. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്ത പല പല സബ്ജക്റ്റുകളും, ഇപ്പം ഇലക്ട്രിക്കലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടും അതേപോലെ തന്നെ കൺട്രോൾ സിസ്റ്റവും പഠിച്ച ഒരാളാണെങ്കിൽ ആദ്യത്തെ വീക്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ മാത്രം റിവൈസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് കൺട്രോൾ സിസ്റ്റവും ചേർത്തിട്ട് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. നെക്സ്റ്റ് വീക്കിലേക്ക് പോകുന്ന സമയത്ത് ഈ 3 സബ്ജക്റ്റുകൾ വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരും. സോ ഈ രീതിയിൽ ഈ റിവിഷൻ ക്യുമുലേറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റണം. സോ തേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വീക്കെൻഡ് റിവിഷൻ എന്ന് പറയുന്നത്. ഇനി ദ ഫോർത്ത് വൺ എൻഡ് ഓഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചു കൊടുക്കുന്ന സബ്ജക്റ്റ് എന്തായാലും ഗേറ്റിൻ്റെ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരു 1 ഡേയിലോ 2 ഡേയിലോ ഒന്നൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. സോ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം 4 സ്റ്റേജസ് ആയി. ഒന്ന് നമ്മൾ പഠിക്കുന്ന ദിവസം, ഒന്ന് നെക്സ്റ്റ് ഡേ, ദെൻ നെക്സ്റ്റ് ആ വീക്കെൻഡിൽ, ദെൻ നിങ്ങൾ സബ്ജക്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ റിവൈസ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതെല്ലാവരും ചെയ്യാറുള്ള തന്നെയാണ് അല്ലേ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 5th one എൻഡ് ഓഫ് സിലബസ്. അതായത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റിവിഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ. സോ അതാണ് ഈ എൻഡ് ഓഫ് സിലബസ് എന്ന് പറയുന്ന റിവിഷനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഈ റിവിഷൻ ഒരു പക്ഷേ എല്ലാവരും എന്ത് ചെയ്യാറുള്ളതാണ്. അതായത് 1 സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും റിവൈസ് ചെയ്യുക. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചെയ്യുന്ന 4 പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ, നെക്സ്റ്റ് ഡേ, വീക്കെൻഡ് ആൻഡ് എൻഡ് ഓഫ് സബ്ജക്റ്റ്, ഇത് വളരെ എഫക്റ്റീവായിട്ട് മാറും എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ.
ഒരുപാട് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഗേറ്റ് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ടെസ്റ്റിമോണിയൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ പഠനം തീർച്ചയായിട്ടും അത് അടുത്ത ലെവലിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഗേറ്റ് പോലുള്ള വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ അവിടെ ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്ക് കൂടിയാണ് വേണ്ടത്. സോ ഇത്തരത്തിലുള്ള എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗേറ്റ് എക്സാമിന് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയിലെ ഏറ്റവും മികച്ച, ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗേറ്റ് ബാച്ചിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. പൊതുവേ നമ്മൾ ഗേറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഹൈദരാബാദ്, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നതെങ്കിൽ അവിടങ്ങളിലുള്ള ഫാക്കൽറ്റീസ് വന്നിട്ടാണ് നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. നിങ്ങൾ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഗേറ്റ് കോച്ചിങ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതും ഏറ്റവും ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള പ്രൈസിങ്ങിലും ആയിരിക്കും വരുന്നത്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.